നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. 2025 നവംബർ 11 രാത്രി 9:25 കർക്കിടകം രാശിയിൽ നിന്നു പുറകോട്ട് വക്രഗതിയിൽ സഞ്ചരിച്ച വ്യാഴം 2026 മാർച്ച് 11 മിഥുനം രാശിയിലെ പുണർദം നക്ഷത്രത്തിൽ വെച്ച് രാവിലെ 8:30 പ്രസ്തുത സഞ്ചാരം അവസാനിപ്പിച്ച് നേർഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നു. ജൂൺ 2 വരെ പ്രസ്തുത സഞ്ചാരം തുടരുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ വ്യാഴത്തിന്റെ വക്രമാറ്റത്തിന്റെ ഫലമായി വൃശ്ചിക രാശിക്കാരായ വിശാഖം അവസാന പാദക്കാർ, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്തിടുന്നതിനും മറക്കരുത്. വൃശ്ചിക രാശിക്കൂറുകാർക്ക് 2ാം ഭാവത്തിന്റെയും 5ാം ഭാവത്തിന്റെയും ആധിപത്യം വഹിച്ച വ്യാഴം അഷ്ടമഭാവത്തിലാണ് വക്രം പ്രാപിച്ച് നിന്നിരുന്നത്. അഷ്ടമഭാവത്തിലെ വക്രസ്ഥിതി നിമിത്തം രോഗദുഃഖങ്ങൾ ഉണ്ടാകുന്നതിനോ അതുനിമിത്തം ധനനഷ്ടം ഉണ്ടാകുന്നതിനോ ഇടയായിട്ടുണ്ടാകും. മാത്രമല്ല, തന്റെ അടുത്ത ബന്ധുവിന്റെയോ മറ്റോ വിയോഗത്തിൽ പങ്കെടുക്കേണ്ടതായ സ്ഥിതിയും ഇവർ അനുഭവിച്ചിട്ടുണ്ടാകും. ധനം സമ്പാദിക്കാൻ കഴിഞ്ഞു എങ്കിലും ആ പണം മറ്റു രീതിയിൽ കൂടി മുഴുവനായി ചിലവായി പോകുന്ന അവസ്ഥാവിശേഷങ്ങളിലൂടെ ആയിരിക്കും ഇപ്പോൾ ഇവർ കടന്നു പോകുന്നത്. ചില സമയങ്ങളിൽ ഈശ്വരവിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിയും ഇവർക്ക് നിലവിൽ വന്നു കാണും. നിങ്ങൾക്ക് വ്യാഴം നിലവിൽ ദോഷസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതോ അതല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ്. നിങ്ങളൊരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. അഷ്ടമഭാവത്തിൽ നേർഗതി പ്രാപിച്ച വ്യാഴത്തിനെ കൊണ്ട് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകുക ജോലി സംബന്ധമായോ മറ്റ് അത്യാവശ്യങ്ങൾക്കായുള്ള അനാവശ്യ യാത്രകൾ കൊണ്ടുമായിരിക്കും. വ്യാഴത്തിന് ഇവരുടെ ധനഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളത് വളരെ നല്ലതാണ്. ഇത് ധനപരമായ കാര്യങ്ങളിൽ ഉയർച്ച നൽകും. ചെയ്യുന്ന തൊഴിലിന് മികച്ച വരുമാനവും മറ്റും ലഭിക്കുന്നതിന് ഈ സമയം ഇടയാകും. എന്നാൽ ജോലി സംബന്ധമായ യാത്രകൾ നിമിത്തം ഭക്ഷണം ശരിയാകാതെ വരികയും തന്നിമിത്തം വയറിന് രോഗമുണ്ടാകാനിടയാകുകയും ചെയ്യും. അനാവശ്യമായ യാത്രകളായതിനാൽ യാത്രകൾ മനം മടുപ്പിക്കുന്നതിനിടയാകുകയും എന്നാൽ ഇത്തരത്തിൽ വാഹനത്തിലും മറ്റും യാത്ര ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധ പുലർത്തി മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. ക്ഷീണമോ മറ്റോ തോന്നുകയാണെങ്കിൽ അല്പനേരം വിശ്രമിച്ചതിനു ശേഷം മാത്രം യാത്ര തുടരുക. എന്നാൽ 2ാം ഭാവാധിപനായ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ഭൂമിയിൽ നിന്നും ആദായം സിദ്ധിക്കുന്നതാണ്. അപ്രതീക്ഷിതമായി ഇവർക്ക് പിതൃസ്വത്ത് കൈവരുന്നതിനോ അതല്ലെങ്കിൽ ഭൂമി വാങ്ങുന്നതിനോ എല്ലാം ഇടയാകുന്നതാണ്. മാത്രമല്ല, റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച വരുമാനം ഈ സമയം ലഭിക്കും. വിൽക്കാൻ സാധിക്കാതെ കിടന്ന സ്ഥലം കച്ചവടം ചെയ്യാൻ ഈ സമയം ഇവർക്ക് സാധിക്കുന്നതാണ്. ഇവരുടെ കുട്ടികൾക്ക് വിദേശത്ത് ജോലിയോ അതല്ലെങ്കിൽ പഠിക്കുന്നതിനുള്ള കാര്യങ്ങൾ ശരിയാകുകയും അതിന്റെ ആവശ്യത്തിലേക്കായി ലോണുകളും മറ്റും എടുക്കുന്നതിന് വക്രമാറ്റ ശേഷം സാധ്യതയുണ്ട്. കൂടാതെ പുത്രന്മാർ വിദേശത്തേക്ക് പോകുന്നതിനും അവർ നിമിത്തം മനസ്സിൽ സന്തോഷം ഉണ്ടാകുന്നതിനുമെല്ലാം വ്യാഴത്തിന്റെ വക്രമാറ്റത്തിനു ശേഷം ഇടയാകും. ഒരുപക്ഷെ ഇവർക്ക് ജോലിയിൽ പ്രമോഷനോ സ്ഥലം മാറ്റമോ മറ്റോ ലഭിക്കുന്നതിനും വീട് വിട്ട് കുറച്ചു ദൂരെ മാറി താമസിക്കുന്നതിനും സാധ്യതയുണ്ട്. ഒരൽപ്പം വിരഹവിയോഗാദികൾ ഉണ്ടാകാമെങ്കിലും ജോലി സംബന്ധമായി ഗുണപ്രദമായി ഭവിക്കുന്നതാണ്. വ്യാഴത്തിന്റെ വക്രമാറ്റത്തിനു ശേഷം ഇവരെക്കാൾ അധികം ഇവരുടെ മക്കൾക്ക് ഗുണപ്രദമായി വരുന്നതാണ്. അവർക്ക് സദ്ഗതി ഉണ്ടാകുന്നതിനും PSCയോ മറ്റോ എഴുതി നല്ല ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകും. അഷ്ടമഭാവത്തിലെ വ്യാഴത്തിന് ഇവരുടെ വ്യയസ്ഥാനത്തേക്ക് ദൃഷ്ടിയുള്ളതിനാൽ വലുതായി ഉണ്ടാകാവുന്ന ചിലവുകൾക്ക് ഒരാശ്വാസം ലഭിക്കും. എന്നാൽ വൃശ്ചിക കൂറുകാർക്ക് വ്യാഴം ജൂൺ 2 രാശി മാറി 9ാം ഭാവത്തിലേക്ക്, അതായത് ഭാഗ്യഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഇത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ്. ഇവർക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലോട്ടറി മുതലായ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളും മറ്റും സിദ്ധിക്കുന്നതിനിടയാകുകയും ജീവിതത്തിൽ ഒരു നിലയും വിലയും കൈവരുന്നതിന് ഇടയാകുന്നതുമാണ്.
അതിനാൽ വ്യാഴം 9ാം ഭാവത്തിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള ഈ അഷ്ടമസ്ഥിതി ഒരൽപ്പം പ്രയാസങ്ങളും മറ്റും ഇവർക്ക് വരുത്തി വച്ചേക്കാം. എന്നാൽ ഈ കാലഘട്ടം പിന്നീടുള്ള സൗഭാഗ്യങ്ങൾക്ക് ഇടയാകും എന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യേണ്ടതും പുതിയ വരുമാന മാർഗങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കുമായി പരിശ്രമിക്കേണ്ടതുമായ ഒരു സമയമാണിത്. ഇവർ വ്യാഴത്തിന്റെ ചലനമാറ്റത്തിനു ശേഷം ശരീരാരോഗ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. സമയാസമയങ്ങളിൽ സ്വന്തം ശരീരം പരിശോധന നടത്തേണ്ടതും ചെറിയ രോഗമാണെങ്കിൽ പോലും ഉടനടി വൈദ്യസഹായം തേടേണ്ടതും വളരെ അത്യാവശ്യമാണ്. കാരണം വ്യാഴം അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ രോഗാദി ദുഃഖങ്ങൾ ഉണ്ടായേക്കാം. കൂടാതെ അഷ്ടമഭാവം മാറ്റങ്ങളുടെ ഭാവമാണ്. അതിനാൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റും പുതിയ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിനോ അതല്ലെങ്കിൽ പഠനകാര്യങ്ങളിൽ മാറ്റമോ മറ്റോ ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയായേക്കും. മാതാവിന്റെ ആരോഗ്യകാര്യത്തിൽ പുരോഗതി ഉണ്ടാകുകയും അമ്മയുടെ അനുഗ്രഹം നിമിത്തം ഏറെ ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാനിടയാകുകയും ചെയ്യും. കൂടാതെ വൃശ്ചിക രാശിയിൽപ്പെട്ട, അതായത് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ കൂട്ടുകെട്ടിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ മാതാപിതാക്കളുടെ നല്ല രീതിയിലുള്ള ശ്രദ്ധ അവരുടെ മേൽ ഉണ്ടാകണം. അവരെ അടുത്ത വ്യാഴത്തിന്റെ രാശിമാറ്റം വരെ നല്ല രീതിയിൽ നിരീക്ഷിക്കേണ്ടതും അവർ അനാവശ്യമായ കൂട്ടുകെട്ടിൽ പെടുന്നത് ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ കേസ്, വഴക്ക് മുതലായവയുമായി ബന്ധപ്പെട്ട് ബന്ധനം, രോഗം മുതലായ അവസ്ഥകളിലൂടെ അവർ കടന്നുപോയേക്കാം. വൃശ്ചിക രാശിക്കൂറുകാർ മാർച്ച് 11 ശേഷം തന്റെ വീട്ടുകാരേക്കാൾ ഉപരി നാട്ടുകാർക്ക് സഹായഹസ്തവുമായി ഇറങ്ങിത്തിരിക്കുന്നതാണ്. ഈ രാശിയിൽ ജനിച്ച പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തന്റെ സ്വീകാര്യത വർദ്ധിക്കുന്നതിനും മറ്റും ഇടയാകുന്നതാണ്. വ്യാഴസ്ഥിതി നിമിത്തം അബദ്ധവശാൽ പോലും പല വിധേനയുള്ള അപകടങ്ങളിൽ ചെന്ന് പെടാനും സാധ്യത കൂടുതലുള്ള സമയമാണ്. അനാവശ്യമായി ദൂരയാത്ര ചെയ്യേണ്ടതായ അവസ്ഥകളും മറ്റും ഉണ്ടായേക്കാം. കൂടാതെ ഇവർ സ്വതവേ ദേഷ്യം നിയന്ത്രിച്ചു നിർത്താൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ കോടതി, പോലീസ് മുതലായ വ്യവഹാരങ്ങളിൽ പെടുന്നതിന് ഇടയാകുന്നതിനും വളരെ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസം, ഗവേഷണം, നിഗൂഢശാസ്ത്രം, തത്വശാസ്ത്രം അല്ലെങ്കിൽ 8ാം ഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നിവയിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട്. ആഴത്തിലുള്ള പഠനത്തിനും ഗവേഷണത്തിനും ഇത് നല്ലതാണ്. വ്യാഴത്തിന് 2ാം ഭാവത്തിന്റെ ആധിപത്യമുള്ളതിനാൽ സംസാരത്തിൽ ഗഹനമായ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് പ്രകടിപ്പിക്കും. മാത്രമല്ല കുടുംബപരമായ കാര്യങ്ങളിൽ അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകാം. വ്യാഴം ധനഭാവത്തിന്റെ അധിപനായി 8ൽ നിൽക്കുന്നത് ധനപരമായ കാര്യങ്ങളിൽ അമിതമായ ആത്മവിശ്വാസം നൽകാനും അതുവഴി അശ്രദ്ധമായ നിക്ഷേപങ്ങൾ നടത്തി ധനം നഷ്ടപ്പെടാനും ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ ധനം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. എന്നാൽ പങ്കാളി വഴിയോ ഇൻഷുറൻസ്, പാരമ്പര്യം അല്ലെങ്കിൽ അന്യാധീനപ്പെട്ട സ്വത്തുക്കൾ വഴിയോ പെട്ടെന്നുള്ള ധനലാഭത്തിന് സാധ്യതയുണ്ട്. വായ്പകൾ എടുക്കുന്നതിനോ മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുന്നതിനോ സാധ്യതയുണ്ട്. ഈ സമയത്ത് ജാഗ്രത പാലിച്ചില്ലെങ്കിൽ കടക്കിണിയിൽ അകപ്പെടാൻ ഇടയായേക്കാം. വിദ്യാർത്ഥികൾക്ക് ഗവേഷണം, നിഗൂഢശാസ്ത്രങ്ങൾ, ജ്യോതിഷം, സൈക്കോളജി പോലുള്ള വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യം തോന്നാം. ആഴത്തിലുള്ള പഠനത്തിന് ഇത് നല്ല സമയമാണ്. കുട്ടികളുടെ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുക. വ്യാഴത്തിന്റെ ശുഭത്വം കാരണം സന്താനങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുക മുതലായ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അമിത ലാഭത്തിനായി ചിട്ടി, ലോട്ടറി തുടങ്ങിയ കാര്യങ്ങളിൽ സാഹസം ഒഴിവാക്കുക. ജീവിതത്തിലെ അപ്രതീക്ഷിത സംഭവങ്ങളിലൂടെ ആത്മീയമായും വ്യക്തിപരമായും വലിയ വളർച്ച നേടും. ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള ഉൾക്കരുത്ത് ഈ സമയം ഇവർക്ക് ലഭിക്കും. ഉദര സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ഈ സമയത്ത് അപ്രതീക്ഷിതമായി ലഭിക്കുന്ന പണം നിക്ഷേപിക്കുന്നതിൽ ശ്രദ്ധിക്കുക. ആ പണം കൂടുതൽ ലാഭം ലഭിക്കുന്നതിനായി സാഹസ നിക്ഷേപങ്ങൾ ഒഴിവാക്കുക. വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴമാറ്റം വളരെ ദോഷപ്രദമല്ല. എന്നിരുന്നാലും നാളെ ഒരു നല്ല സമയം ഉണ്ടാകുന്നതിനായി പ്രവർത്തിച്ചു തുടങ്ങേണ്ട ഉത്തമമായ സമയമാണിത്. അതിനാൽ തന്നെ വ്യാഴത്തിന്റെ വക്രമാറ്റം ദോഷപ്രദമാണെന്ന് കരുതി വിഷമിച്ചിരിക്കാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുക.
നിങ്ങൾ നിത്യവും വിഷ്ണു സഹസ്രനാമവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മേൽപ്പറഞ്ഞ വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല. അതിനും സാധിക്കാത്തവരാണെങ്കിൽ നിത്യവും കുളി കഴിഞ്ഞ ശേഷം നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് 9 തവണ ഓം നമോ നാരായണായ എന്ന മന്ത്രമെങ്കിലും ചൊല്ലുവാൻ ശീലിക്കുക. നിങ്ങളൊരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി പണം നൽകുകയോ പുസ്തകങ്ങൾ വാങ്ങി നൽകുകയോ ചെയ്യുന്നത് വ്യാഴത്തിന്റെ ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകാൽ ദശാകാലം പ്രതികൂലമാകുകയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലുമാണ് ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരിക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓണാക്കിയിടാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്.